നമസ്കാരം. പ്രധാന വാർത്തകൾ. ബലാത്സംഗ കേസിൽ സിദ്ദിഖിന്റെ ഇടക്കാല മുൻകൂർ ജാമ്യം നീട്ടി. യുവനടി നൽകിയ ബലാത്സംഗ പരാതിയിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി അടുത്തയാഴ്ച പരിഗണിക്കാനായി മാറ്റി. സിദ്ദിഖിന്റെ ഇടക്കാല ജാമ്യം തുടരുമെന്ന് ജസ്റ്റിസ് ബേല എം ത്രിവേദി അധ്യക്ഷനായ ബെഞ്ച് അറിയിച്ചു. സിദ്ദിഖിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് കേസ് മാറ്റിയത്. സിദ്ദിഖ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന് സർക്കാർ കോടതിയിൽ ആവർത്തിച്ചു. ചോദ്യങ്ങളുടെ പ്രസക്തി എന്ത് എന്നാണ് സിദ്ദിഖ് SITയോട് ചോദിക്കുന്നതെന്നും സർക്കാർ വ്യക്തമാക്കി. അതേസമയം അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് സിദ്ദിഖ് കോടതിയെ അറിയിച്ചു. ജസ്റ്റിസുമാരായ ബെല എം ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. മല്ലു ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ്. കെ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാനാവില്ലെന്ന് പോലീസ്. മല്ലു ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ IAS ഉദ്യോഗസ്ഥൻ കെ ഗോപാലകൃഷ്ണനെതിരെ സ്വമേധയാ കേസെടുക്കാനാവില്ലെന്ന് പോലീസ്. ഗോപാലകൃഷ്ണന്റെ പരാതിയിലാണ് അന്വേഷണം നടത്തിയത്. ഫോൺ ഹാക്ക് ചെയ്തതിൽ ശാസ്ത്രീയ തെളിവുകളും അപൂർണമാണ്. ഗ്രൂപ്പിൽപ്പെട്ട ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ പരാതിയുമായി സമീപിച്ചാൽ മാത്രമേ നിയമ നടപടിക്ക് സാധ്യതയുള്ളൂവെന്ന് പോലീസ് പറഞ്ഞു. സ്വകാര്യ ബസ്സും എതിരെ വന്ന കാറും കൂട്ടിയിടിച്ച് അപകടം. യുവാവിന് ദാരുണാന്ത്യം. ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സും എതിരെ വന്ന കാറും കൂട്ടിയിടിച്ച് ഒരു മരണം. കാർ ഓടിച്ചിരുന്ന മലപ്പുറം തേഞ്ഞിപ്പാലം സ്വദേശിയായ 23-കാരൻ ശരൺകൃഷ്ണയാണ് മരിച്ചത്. എടമുട്ടത്ത് ദേശീയപാതയിൽ ഇന്ന് രാവിലെ 9 മണിയോടെയാണ് അപകടം നടന്നത്. തുടർന്ന് നിയന്ത്രണം വിട്ട ബസ് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലും വൈദ്യുതി പോസ്റ്റിലും ഇടിച്ചു. കാർ ഓടിച്ചിരുന്നത് ശരൺകൃഷ്ണയായിരുന്നു. കൂടെയുണ്ടായിരുന്ന ബന്ധു സോണിയ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ബസ്സിലുണ്ടായിരുന്ന ഒരാൾക്കും പരിക്കേറ്റിട്ടുണ്ട്. പോലീസിനെ മറികടന്ന് PV അൻവറിന്റെ വാർത്താ സമ്മേളനം. നാടകീയ രംഗങ്ങൾ. ചട്ടം ലംഘിച്ചെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കരയിൽ പോലീസിന്റെ വിലക്ക് ലംഘിച്ച് PV അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നാടകീയ രംഗങ്ങൾ. ചട്ടലംഘനമാണെന്നും വാർത്താ സമ്മേളനം നിർത്താനും അൻവറിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. എന്നാൽ അത് കൂട്ടാക്കാതിരുന്ന അൻവർ ഉദ്യോഗസ്ഥരോട് തർക്കിച്ചു. തുടർന്ന് വിലക്ക് ലംഘിച്ച അൻവറിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകി മടങ്ങി. ചേലക്കര ഹോട്ടൽ അരമനയിലാണ് രാവിലെ വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരുന്നത്. ഇലക്ഷൻ ടെലികാസ്റ്റിംഗ് പാടില്ല എന്നത് ചട്ടമാണെന്നും ചട്ടം അൻവർ ലംഘിച്ചെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധി വ്യക്തമാക്കി. നോട്ടീസ് നൽകിയിട്ടും വാർത്താ സമ്മേളനം തുടർന്നുവെന്നും ഈ സാഹചര്യത്തിൽ അടിയന്തര നടപടി ഉണ്ടാകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിനിധി അറിയിച്ചു. ചേലക്കരയിൽ കള്ളപ്പണവേട്ട. മതിയായ രേഖകളില്ലാതെ കടത്തിയ 19.7 ലക്ഷം രൂപ പിടികൂടി. നാളെ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടക്കാനിരിക്കെ ചേലക്കര മണ്ഡലത്തിൽ കള്ളപ്പണവുമായി പോയ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചേലക്കര മണ്ഡലത്തിലെ വള്ളത്തോൾ നഗറിൽ നിന്നാണ് മതിയായ രേഖകളില്ലാതെ കൊണ്ടുവന്ന 19.7 ലക്ഷം രൂപ പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൊളപ്പള്ളി സ്വദേശിയായ ജൻ പോലീസ് കസ്റ്റഡിയിലാണ്. കലാമണ്ഡലം പരിസരത്ത് നിന്നാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്കിടെ പണം കിട്ടിയതെന്നാണ് വിവരം. കിയ കാറിൽ പിറകിൽ സൂക്ഷിച്ചിരുന്ന ബാഗിൽ നിന്നാണ് പണം കണ്ടെത്തിയത്. വീട് പണിക്ക് വേണ്ട ടൈൽസ് വാങ്ങാനായി എറണാകുളത്തേക്ക് പോവുകയാണെന്നും ടൈൽസ് വാങ്ങാൻ വേണ്ടിയാണ് പണമെന്നുമാണ് ജയൻ നൽകിയിരുന്ന മൊഴി. എന്നാൽ ആവശ്യമായ രേഖകൾ ഇല്ലാത്തതിനാൽ പണം ഇൻകം ടാക്സ് കണ്ടുകെട്ടി.